അട്ടപ്പാടിയിലേക്ക് ബൈക്കിൽ മദ്യം കടത്തിയ 2 യുവാക്കളെ എക്സൈസ് പിടികൂടി. മണ്ണാർക്കാട് ആനമൂളി ചെക്ക് പോസ്റ്റ് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. അട്ടപ്പാടി കള്ളമലത്താവളം മുല്ലത്തൊടി വീട്ടിൽ അബ്ദുൽ സലാം, മണ്ണാർക്കാട് മണലടി കൊടിയിൽ ഷബീർ എന്നിവരാണ് പിടിയിലായത്. കാഞ്ഞിരം ബിവറേജിൽ നിന്ന് പല സമയങ്ങളായി വാങ്ങി സൂക്ഷിക്കുന്ന മദ്യം രാത്രികാലങ്ങളിൽ അട്ടപ്പാടിയിലേക്ക് കടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി ആനമൂളിയിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നത് കണ്ട് നിർത്താതെ പോയ ഇരുചക്രവാഹനത്തെ എക്സൈസ് സംഘം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പ്രതിയായ അബ്ദുൽ സലാം 48 ലിറ്റർ മദ്യം ഷോൾഡറിൽ 2 ബാഗുകളിലാക്കിയാണ് കടത്തിയിരുന്നത്. കാഞ്ഞിരത്ത് നിന്ന് വാങ്ങുന്ന മദ്യം അട്ടപ്പാടിയിൽ 3 ഇരട്ടി വിലയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ VA വിനോജിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കടത്താൻ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അട്ടപ്പാടി മേഖലകളിൽ അധിക ലാഭത്തിന് വേണ്ടി കാഞ്ഞിരം, മണ്ണാർക്കാട് എന്നീ KSPCയിൽ നിന്നും കൂടുതൽ അളവിൽ മദ്യം വാങ്ങി അട്ടപ്പാടി മേഖലകളിൽ വിൽക്കുന്നതിലേക്കായി കുറേ ആൾക്കാരുണ്ടെന്നുള്ള ഒരു രഹസ്യവിവരം പല പ്രാവശ്യമായി ലഭിച്ചതിനെ തുടർന്ന് ഞങ്ങൾ കൂടുതൽ നിരീക്ഷണം നടത്തി വരികയാണ്. ഇന്നലെ രാത്രി അട്ടപ്പാടി ഭാഗത്തുള്ള അബ്ദുൽ സലാമും ഷബീർ എന്നീ വ്യക്തികൾ മദ്യം വാങ്ങി ഇതേപോലെ കടത്തുന്നതായിട്ടുള്ള രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആനമൂളി ഭാഗത്ത് വെച്ച് തടയുകയും തത്സമയം ഈ പറയുന്ന ഷബീർ ഇല്ലായിരിക്കുകയും സലാമിനെ ഞങ്ങൾ പിടിച്ചു. ആയത് സലാമിൽ നിന്നും ഒരു ബൈക്കിൽ നിന്നും 48 ലിറ്റർ മദ്യം, അളവിൽ കൂടെ 48 ലിറ്റർ മദ്യം 2 ബാഗ് ഷോൾഡർ ബാഗുകളിലാക്കി കടത്തിക്കൊണ്ടുപോയതായിരുന്നു. ഈ പൈസ ഇത്രയും കൂടുതൽ രൂപ ഇതിന് മുതൽ മുടക്ക് നൽകുകയെന്നും ആയത് അട്ടപ്പാടി മേഖലകളിൽ കൊണ്ടെത്തിച്ച് പല ഭാഗങ്ങളിൽ വിൽപ്പന നടത്തി കിട്ടുന്ന ലാഭം ഇവർ രണ്ടുപേരും വീതിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഈ പരിപാടി. ഇത് ആദ്യമായിട്ടല്ല. ഇവർ ഏകദേശം കുറേ നാളുകൾ കൊണ്ട് ആഴ്ചയിൽ തന്നെ 3 തവണയായിട്ടൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളിത് നിരീക്ഷണത്തിലാക്കിയിരുന്നു. ഇനി ഇതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രിവൻറ്റീവ് ഓഫീസർ ഗൈഡുമാരായ ഹംസ, സജീവ്, മോഹനൻ, സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീജേഷ്, നമ്മൾ ഡ്രൈവറായ അനീഷ്, അങ്ങനെ ഞങ്ങൾ നല്ലൊരു മണ്ണാർക്കാട് സർക്കിളിൽ നിന്നും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.